ക്ലാസ്സുകൾ കേട്ടാൽ നമുക്ക് ഏകദേശം ചാർജിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ശരിയല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ടോപ്പിക്കാണ് കൂളംസ്. ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂളംസ് ലോ. ഈ കൂളംസ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ പ്ലസും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, അവർ റിപ്പൽ ചെയ്യും ശരിയല്ലേ. ഈ മൈനസും വെച്ചാൽ ഇവർ റിപ്പൽ ചെയ്യും ശരിയല്ലേ. ഈ പ്ലസും വെച്ചാൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവരൊരു ഫോഴ്സും തമ്മിൽ റിപ്പൽ ചെയ്യുന്നത് റിപ്പൽസീവ് ഫോഴ്സ് ആവാം, അട്രാക്ട് ചെയ്യുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം ശരിയല്ലേ. അപ്പൊ എങ്ങനെ വെച്ചാൽ ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഒന്നുകിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാം ശരിയല്ലേ. ആ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ലോയാണ് കൂളംസ് ലോ. അപ്പൊ ഈ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, ആ ഫോഴ്സ് ഒരു സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടുള്ള ലോ വരുന്നതിനെ എന്താ പറയാ, കൂളംസ്. ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം അല്ലെങ്കിൽ എന്താവാം, റിപ്പൽസീവ് ആവാം. അപ്പൊ അതൊക്കെ പിന്നീട് നോക്കാം. ഇപ്പൊ ജസ്റ്റ് ആ ഫോഴ്സിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇത് നമ്മൾ സാധാരണ നിങ്ങൾ ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടില്ല. എന്തായിരുന്നു, F is nothing but equal to G m1 m2 by r². ശരിയല്ലേ. ഇത് നമ്മൾ ഓൾറെഡി 11th പഠിച്ചിട്ട് ഗ്രാവിറ്റേഷൻ. ഇത് എപ്പോഴാണ്, ഇത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള രണ്ട് മാസുകൾ തമ്മിൽ. അപ്പൊ രണ്ട് മാസാണ് m1 m2, അവർക്കിടയിലെ ഡിസ്റ്റൻസ് ആണ് r. അപ്പൊ ആ ലോ പ്രകാരം റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ G വരും ശരിയല്ലേ. ഇതേപോലെ രണ്ട് ചാർജ് മാസുകൾക്ക് വരെ രണ്ട് ചാർജുകളാണ്. ദാറ്റ് മീൻസ് ഈ ചാർജ് ഞാൻ Q1 എടുത്തു, ഈ ചാർജ് ഞാൻ Q2 ശരിയല്ലേ. രണ്ട് പ്ലസ് മൈനസ് നമ്മൾ പിന്നെ നോക്കിയാൽ മതി കൺസൈഡ്. ഇപ്പൊ തൽക്കാലം ഈ ചാർജ് Q1, ഈ ചാർജ് Q2, അവർക്കിടയിലുള്ള സെപ്പറേഷൻ ആണ് R. ഈ രണ്ട് ഇയാളെ സെന്ററിൽ നിന്ന് ഇയാളെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. ഇതാണ് ഒരു ചാർജ് എങ്കിൽ ഇതാണ് അടുത്ത ചാർജ്. ഇവരെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് അത് ഈ R ശരിയല്ലേ. അപ്പൊ ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ എന്ത് ഫോഴ്സ് അറിയാം, കൂളംസ് ഫോഴ്സ്. അത് നമ്മൾ സാധാരണ ഗ്രാവിറ്റേഷൻ പഠിക്കുന്ന പോലെ തന്നെ ഈ മാസിന് പകരം ചാർജ് വരും. m1 വരെ Q1 വരും, m2 വരെ Q2 വരും, R വരും R തന്നെ. പിന്നെ G ഒരു പുതിയ കോൺസ്റ്റന്റ് ആണ് വരും, അത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഈ കൂളംസ് ഫോഴ്സ് പറഞ്ഞ വരുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നത് F പ്രപ്പോർഷണൽ ടു Q1 Q2, F പ്രപ്പോർഷണൽ ടു 1 by r². ഈ ലോ പറയുന്നത് the electrostatic force between two charges is directly proportional to product of the charges and inversely proportional to square of the distance between them. അപ്പോൾ ഇവർ ഈ Q1 Q2 തമ്മിലുള്ള ആ ഫോഴ്സ് എപ്പോഴും directly proportional to product of the charges and inversely proportional to square of the distance between them. ശരിയല്ലേ. അപ്പൊ അവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, F proportional to Q1 Q2 by r². അപ്പൊ റീപ്ലേസ് ചെയ്യുമ്പോൾ F is nothing but equal to K into Q1 Q2 by r². F is nothing but equal to K into Q1 Q2 by r². ഗ്രാവിറ്റേഷൻ പോലെ തന്നെ സെയിം മാസ് m1 m2 വരാം, Q1 Q2 വന്നു, R വരാം, R തന്നെ വന്നു. അവിടെ G ആണ്, G യുടെ K വന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ K ന്റെ വാല്യൂ K ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 എന്ന് പറയാം. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 into 10 raised to 9 ആണ്. പോയത് ഒരു പുതിയ ടേമാണ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ആ K എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ അവർ റീപ്ലേസ് ചെയ്തു. അതിന്റെ വാല്യൂ എപ്പോഴും നമുക്കറിയാം, Gന്റെ വാല്യൂ പഠിച്ചിട്ട് ക്യാപിറ്റൽ Gന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഈ K ന്റെ വാല്യൂ എപ്പോഴും 9 into 10 raised to 9 ആയിരുന്നു. പക്ഷെ അതിന്റെ പറയുന്ന പേര് 1 by 4 pi epsilon 0. ശ്രദ്ധിക്കുക, ഇയാളെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ എന്നാണ്. ഇങ്ങനെയല്ലേ, താഴെ 0 ഉള്ള കാരണമാണ് എപ്സിലോൺ 0. ഇയാളെ മൊത്തം പേരാണത് എപ്സിലോൺ 0. ശ്രദ്ധിക്കുക, ഇയാളെ മൊത്തം വാല്യൂ എത്ര വരിക, 9 into 10 raised to 9 ആണ്. അപ്പൊ കേസിന്റെ വാല്യൂ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേസിന്റെ ഏത് വാല്യൂ ഉണ്ടാവും, 9 into 10 raised to 9 എടുക്കുക. Q1 ന്റെ വാല്യൂ Q2 ന്റെ വാല്യൂ R ഒക്കെ തന്നിട്ടുണ്ടാവും ശരിയല്ലേ. യൂണിറ്റ് കാണാൻ ന്യൂട്ടൺ വരും, ന്യൂട്ടൺ പിന്നെ r² ഇങ്ങോട്ട് വരുമ്പോ മീറ്റർ സ്ക്വയർ വരും.
പിന്നെ Q1 Q2 കൂളം സ്ക്വയർ കൂളം റേസ് ടു -2. അപ്പൊ ഇതാണ് സാധാരണ കെന്റെ വാല്യൂ. കെന്റെ വാല്യൂ എപ്പോഴാണ് തുല്യമാണ്? കെന്റെ വാല്യൂ ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ആ വാല്യൂ 9 × 10⁻⁹. യൂണിറ്റ് ന്യൂട്ടൺ, ഇങ്ങോട്ട് വരുമ്പോൾ മീറ്റർ സ്ക്വയർ, താഴെ പോകുമ്പോൾ കൂളം സ്ക്വയറും, മുകളിൽ പോകുമ്പോൾ കൂളം റേസ് ടു -2. ശരിയല്ലേ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു വേർഡ് നമ്മൾ പുതുതായിട്ട് പഠിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര വാല്യൂ 1/4πε². അത് ശ്രദ്ധിക്കുന്നത് എപ്സിലോൺ സീറോ എന്നുള്ള സംഭവം. ഈ എപ്സിലോൺ സീറോ നമ്മൾ പറഞ്ഞ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ശ്രദ്ധിക്കുക, എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ സീറോ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം. ശ്രദ്ധിക്കുക, ഒരു പുതിയ വേർഡ് നമുക്ക് കിട്ടി. ഈ കെനെ റീപ്ലേസ് ചെയ്താണ് 1/4πε². ഒരു കൂടി മൊത്തം വാല്യൂ 9 × 10⁻⁹. അതിൽ വരുന്ന അതിന് ഇവിടെ എപ്സിലോൺ സീറോ, സിമ്പലിന്റെ പേരാണ് എപ്സിലോൺ സീറോ. അപ്പൊ അതിന്റെ സിമ്പലിനാണ് എപ്സിലോൺ സീറോ എന്ന് പറയാ. അയാളെ പേര്, കോൺഷ്യന്റെ പേരെന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം. അപ്പൊ അതിന്റെ വാല്യൂ വരുന്നത് 8.85 × 10⁻⁻12. യൂണിറ്റ് നേരത്തെ കാരണം കെയും എപ്സിലോൺ സീറോയും ഇൻവേഴ്സ് ചെയ്യണം. ഇനി 4π യൂണിറ്റ് ഉണ്ടാവും. അപ്പോഴാണ് യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 m റേസ് ടു -2. ശ്രദ്ധിക്കുക, ഒരു പുതിയ ടേം കൊടുത്തും ശ്രദ്ധിക്കണം. എപ്സിലോൺ സീറോ എന്നാണ് അതിനെ പറയുന്നത്. ഈ എപ്സിലോൺ സീറോന്റെ പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം. അതിന്റെ അകത്ത് ഈ 2 ചാർജസ് ഇപ്പൊ ഞാൻ വെച്ചത് ഒന്നുകിൽ വാക്വമിലേക്ക്. ഇപ്പൊ 2 ചാർജ് ഇരിക്കുന്നത് ഇവിടെ മീഡിയം ഒന്നുമില്ല. ഈ 2 ചാർജ് Q1 Q2 എന്നുള്ള 2 ചാർജസ് നിങ്ങൾ വെച്ചത് മീഡിയം ഇല്ല, ദാറ്റ് ഈസ് ഫ്രീ സ്പേസിലാണ് വെച്ചത്, അല്ലെങ്കിൽ വാക്വത്തിലാണ് വെച്ചത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ എപ്സിലോൺ സീറോനെ പറഞ്ഞ പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അയാളുടെ വാല്യൂ 8.85 × 10⁻⁻12. ശ്രദ്ധിക്കണം, മാറിപ്പോയത് ആ ലോ പ്രകാരം നമുക്ക് കിട്ടുന്ന എഫ് ഫിസിക്കൽ കെ × Q1 Q2/r². അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കെന്റെ വാല്യൂ നമ്മൾ നോക്കിയാൽ മതി. ആ വാല്യൂ 9 × 10⁻⁹ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. പക്ഷേ ആ കെ എപ്പോഴും ആർക്ക് തുല്യാന്ന് പറഞ്ഞത് 1/4πε². ആ എപ്സിലോൺ സീറോ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ അകത്ത് ആ ചാർജ് ഇരിക്കുന്നത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിലാണ്. അപ്പൊ ആ സമയത്ത് എപ്സിലോൺ സീറോയുടെ വാല്യൂ 8.85 × 10⁻⁻12. അപ്പൊ നിങ്ങൾ ഇവിടെ 4π വാല്യൂ 4 × π വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 8.85 × 10⁻⁻12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് 9 × 10⁻⁻9 തന്നെ കിട്ടും. ശരിയല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം, ഈ ടേം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി എപ്സിലോൺ സീറോന്റെ യൂണിറ്റ് ആണ് കൂളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1, അതേപോലെ m റേസ് ടു -2. ഇതിന്റെ ഡയമെൻഷൻ കാണാൻ പറഞ്ഞാൽ എളുപ്പമാണ്. കാരണം എപ്സിലോൺ സീറോന്റെ ഡയമെൻഷൻ കാണാൻ പറഞ്ഞാൽ ഇവിടെ കൂളം സ്ക്വയർ ഉണ്ട്, താഴെ ന്യൂട്ടൺ ഉണ്ട്, ഇവിടെ മീറ്റർ സ്ക്വയർ. ശരിയല്ലേ? അപ്പൊ കൂളം എന്ന് പറയുമ്പോൾ KT അല്ലെ? അപ്പൊ A²T² കൂളം സ്ക്വയർ ഡിവൈഡിങ് ബൈ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് mL T⁻². mL T⁻². മീറ്റർ സ്ക്വയർ L². ഇക്വേറ്റ് ചെയ്യുമ്പോൾ എപ്സിലോൺ സീറോന്റെ ഡയമെൻഷൻ. എപ്സിലോൺ സീറോയുടെ ഡയമെൻഷൻ പറഞ്ഞിരിക്കണം. എന്താ m റേസ് ടു -1. ശരിയല്ലേ? m റേസ് ടു -1 L² L3. അത് മുകളിലോട്ട് പോകും. L റേസ് ടു -3. ശരിയല്ലേ? L റേസ് ടു -3. ഇനി അതേപോലെ ഇവിടെ ഓൾറെഡി ആംബിയർ സ്ക്വയർ അവിടെ ഉണ്ട്. ഇനി T മാറുമ്പോൾ ഇവിടെ T⁻². അത് മുകളിലെത്തുന്നുണ്ടാവും T⁻². ശരിയല്ലേ? അപ്പോൾ +2 T⁻4. ശരിയല്ലേ? ഇതാണ് സാധാരണ എപ്സിലോൺ സീറോന്റെ. അപ്പോൾ ഒരു പുതിയ ടേം നമുക്ക് കിട്ടിയപ്പോൾ ക്യാപിറ്റൽ G പഠിച്ചിരുന്നു. അതേപോലെ ഇവിടെ ഒരു ടേമാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ അയാളുടെ വാല്യൂ അറിഞ്ഞിരിക്കണം, അയാളുടെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം, അയാളുടെ ഡയമെൻഷൻ. ശരിയല്ലേ? പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ അധികം നമ്മൾ എപ്സിലോൺ സീറോ നേരിട്ട് ഉപയോഗിക്കാറില്ല. അതിൽ വരാം 9 × 10⁻⁹ യൂസ് ചെയ്താൽ മതി. അപ്പോ ഇതാണ് സാധാരണ കൂളംസ് ലോ. ഈ ലോ എന്താവും? ഈ ഫോഴ്സ് ഒന്നുകിൽ അട്രാക്റ്റീവ് ആവും, അല്ലെങ്കിൽ ആരാവും? റിപ്പൽസീവ് ആവും. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇയാളെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശരിയല്ലേ?
അപ്പൊ ഈ ലോനെ നമ്മൾ സാധാരണ ന്യൂട്ടൺസിന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പോലെ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉപയോഗിക്കുന്നതാണ് കൂളംസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് 2-3 സ്പെഷ്യൽ കേസസ് വരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ കൂളംസ് ലോ പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്ന കേസ്, നമ്മൾ കൂളംസ് ലോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്താണ്, that force is directly proportional to product of the charges and inversely proportional to square of the distance between them. ശരിയല്ലേ? ആദ്യം നിങ്ങൾ ഫസ്റ്റ് എഴുതുന്നത് 2 charges placed in vacuum അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. അപ്പൊ ആദ്യം നിങ്ങൾ 2 ചാർജ് വെച്ചിട്ടുള്ളത് അത് പ്ലസ് ആവാം മൈനസ് ആവാം, നിങ്ങൾ വെച്ചിട്ടുള്ളത് എവിടെയാണ്, വാക്വത്തിലാണ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഫോമിൽ എന്ത് എഴുതാം, F is nothing but equal to A into Q1 Q2 divided by R square. ശരിയല്ലേ? അല്ല നമുക്ക് ആ കേര റീപ്ലേസ് ചെയ്ത് നമുക്ക് എഴുതാം. ജനറൽ ആയിട്ട് എഴുതുന്ന സമയത്ത് 2 ചാർജസ് പ്ലേസ്ഡ് ഇൻ വാക്വം ആണെങ്കിൽ F is nothing but equal to 1/4πε0 എന്തൊരു Q1 Q2 dividing by R square. ഇതാണ് ഇക്വേഷൻ 1. ഈ ഫോർമുല നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക, മീൻസ് ഈ 2 ചാർജസ് എവിടെ വെക്കണം, വാക്വം വെക്കണം. ശരിയല്ലേ? ഇനി ഇതേ 2 ചാർജസ് ഇതേ ഡിസ്റ്റൻസ് പക്ഷെ വാക്വത്തിലല്ല വെക്കുന്നത്. രണ്ടാമത്തെ കേസിൽ 2 ചാർജസ് placed in a medium. 2 charges placed in a medium. ഇതേ 2 ചാർജസ് ഇതേ ഡിസ്റ്റൻസ് പക്ഷെ പ്ലേസ് ചെയ്യുന്നത് ഒരു മീഡിയത്തിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഇതിപ്പോ F സഫിക്സ് B F വാക്വം എന്നതാണ്, ഫോഴ്സ് ഇൻ വാക്വം. അടുത്ത മീഡിയം മനസ്സിലാക്കാൻ F സഫിക്സ് M ഫോഴ്സ് ഇൻ മീഡിയം. അപ്പൊ എന്ത് സംഭവിക്കും, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക 1/4π ഇതൊക്കെ സെയിം, Q1 Q2 ഒക്കെ സെയിം, Q1 Q2 dividing by R square ഇതൊക്കെ സെയിം. ഇവിടെ നിങ്ങൾ എപ്സിലോൺ 0 പകരം എപ്സിലോൺ ശ്രദ്ധിക്കുക, മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ 1/4π എപ്സിലോൺ 0 പകരം എപ്സിലോൺ. ഈ എപ്സിലോണിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം മാറിപ്പോയത് ശ്രദ്ധിക്കുക. വേർഡുകളൊക്കെ എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പക്ഷെ അതേ ചാർജസ് നിങ്ങൾ വേറെ മീഡിയത്തിൽ വെച്ചെടുക്കും. ഫോർ എക്സാമ്പിൾ എയറിൽ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്ടറിൽ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമുക്ക് എപ്സിലോൺ 0 ഉപയോഗിക്കാൻ പറ്റാതെ എപ്സിലോൺ ഉപയോഗിക്കണം. ആ എപ്സിലോൺ നമ്മൾ പറഞ്ഞ പേരാണത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അത് നമുക്കൊരു വാല്യൂ എഴുതാൻ പറ്റില്ല, കാരണം എന്താണ്, ആ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എയറിനാണ് എയർ ഒരു വാല്യൂ ആയിരിക്കും, വാട്ടറിന് വാട്ടറിന് വേറെ വാല്യൂ ആയിരിക്കും. പക്ഷെ എപ്സിലോൺ 0ന്റെ വാല്യൂ എന്താണ്, ഈ 8.85 10⁻². മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 2. ശരിയല്ലേ? ഇനി ഞാൻ ഇക്വേഷൻ 1/2 ചെയ്യാൻ വേണ്ടി പോകും. 1/2. പക്ഷെ ഇയാളെ യൂണിറ്റും ഡയമെൻഷനും അതേ സ്മോൾ തന്നെ വരും. ഈ എപ്സിലോൺ 0യുടെ വാല്യൂ മാത്രമേ മാറിക്കൊണ്ടിരിക്കുള്ളൂ. ഇയാൾ അതേ യൂണിറ്റിന് ഇയാൾക്ക് വരാം, ഇയാൾ അതേ ഡയമെൻഷന് ഇയാൾക്ക് വരാം. ശരിയല്ലേ? പക്ഷെ വാല്യൂ മാറാൻ മീഡിയത്തിനനുസരിച്ച് മാത്രം. എയറിന് മാത്രമേ രസമുള്ളൂ, വാക്വത്തിന് മാത്രമേ നമുക്ക് ഈ വാല്യൂ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ 1/2 ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇക്വേഷൻ 1/2 എന്ത് സംഭവിക്കും, F vacuum divided by F medium equal to എന്താ വരാ, കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ആയി പോകും. Q1 Q2 ക്യാൻസൽ ആയി പോയി. ശരിയല്ലേ? R square ക്യാൻസൽ ആയി പോയി, ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഒക്കെ പോയി. ശരിയല്ലേ? 4π ക്യാൻസൽ ആയി. ഇവിടെ എപ്സിലോൺ 0 ഇവിടെ ആരുണ്ട്, എപ്സിലോൺ. പക്ഷെ F vacuum by F medium ചെയ്യുന്നത് എന്ത് ചെയ്യും, ഇവിടെ 1/ε0 ബൈ ഇയാൾ മേലോട്ട് പോയി എന്താ എഴുതാം, F vacuum by F medium എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ശ്രദ്ധിക്കുക, 2 ചാർജസ് വാക്വത്തിൽ വെച്ചാൽ ഡിവൈഡിങ് ബൈ അത് വേറെ ഏതെങ്കിലും മീഡിയത്തിൽ വെച്ചാൽ അവരുടെ റേഷ്യോ എപ്പോഴും എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ആ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 നമ്മൾ പറഞ്ഞ പേരാണ് എപ്സിലോൺ R അല്ലെങ്കിൽ A. ഇത് ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. F vacuum by F medium equal to epsilon by epsilon 0. Permittivity of medium divided by permittivity of free space. അതിനെ എപ്സിലോൺ R അല്ലെങ്കിൽ K. ഈ എപ്സിലോൺ R ആണെങ്കിൽ നമ്മൾ അതിനെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും.
കെ ആണെങ്കിൽ നമ്മൾ അതിന് ഡൈഇലക്ട്രിക് രണ്ടും ഒന്ന് തന്നെയാണ്. എപ്സിലോൺ ആർ ഉപയോഗിക്കാം അല്ലെങ്കിൽ കെ ഉപയോഗിക്കാം. രണ്ട് വേർഡായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ. അപ്പൊ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, കെ ആണെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. പക്ഷെ ഇവരൊക്കെ യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ് ആയിരിക്കും. യൂണിറ്റ്ലെസ് കോമൺ വരും, ഡയമെൻഷൻലെസ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ എപ്സിലോണിന്റെ എപ്സിലോൺ സീറോയുടെ അതേ യൂണിറ്റും ഡയമെൻഷനും എപ്സിലോൺ വരും. അപ്പൊ റേഷ്യോ അതാണ് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കോമൺ ടേംസ് വരും, ക്യാൻസൽ ആയിരിക്കും. അപ്പൊ എപ്സിലോൺ ആറും കെയ്ക്കും യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് മനസ്സിലാവുന്നല്ലോ. പക്ഷെ ഇയാൾക്ക് യൂണിറ്റും ഡയമെൻഷനും. അപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യും. അപ്പൊ അപ്പൊ ഏതെങ്കിലും മീഡിയത്തിലേക്ക് കാണാൻ എന്തിനാവും ഈ എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ എഫ് ബാക്ക് ചെയ്താൽ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഫോർമുല നമുക്ക് വാക്വത്തിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചില വാല്യൂസ് ഈ എപ്സിലോൺ ആർ നമ്മൾ സാധാരണ എയറിന്റെ വാല്യൂ ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് വരും 1 വരും. അതേപോലെ നിങ്ങൾ എപ്സിലോൺ ആർ ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിന്റെ വാല്യൂ 80 വരും. അതേപോലെ എപ്സിലോൺ ആർ ഓഫ് മെറ്റലിന്റെ വാല്യൂ ഇൻഫിനിറ്റി. ശ്രദ്ധിക്കുക, ഒന്നിൽ എപ്സിലോൺ ആർ ആയിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് വരാൻ കെയിന്റെ അല്ലെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് രണ്ടും ഒന്നിന്റെ സെയിം ആണ്. അപ്പൊ ഇതിന്റെ എയറിന്റെ വാല്യൂ 1 ആണ്, വാട്ടർ 80 ആണ്, മെറ്റൽ എത്രയാണ് ഇൻഫിനിറ്റി. അപ്പൊ ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ സാധാരണ ഇപ്പൊ നിങ്ങൾ മീഡിയത്തിൽ എന്ത് ഫോർമുലയാണ് ഉപയോഗിച്ചിരുന്നത്? സാധാരണ ടു ചാർജസ് ആർ പ്ലേസ്ഡ് ഇൻ മീഡിയം. ടു ചാർജസ് ആർ പ്ലേസ്ഡ് ഇൻ മീഡിയം. നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? F median is nothing but equal to 1 by 4 pi epsilon Q1 Q2 by R square. ശരിയല്ലേ? പക്ഷെ പല ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ അവരൊരിക്കലും എപ്സിലോണിന്റെ വാല്യൂ ഒരിക്കലും തരില്ല. പല ക്വസ്റ്റ്യൻ എപ്സിലോൺ സീറോയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ശരിയല്ലേ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി എപ്സിലോൺ ആറോ കെയോ ക്വസ്റ്റ്യന് തരുള്ളൂ. കാരണം ചിലപ്പോൾ വളർത്തുന്നതിന് ഓരോ വ്യക്തിയുടെ എപ്സിലോൺ ആറേ തരുള്ളൂ. അതിന്റെ അർത്ഥം ഒരു ക്വസ്റ്റ്യനും എന്ത് തരില്ല? എപ്സിലോൺ തരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? 1 by 4 pi ഈ എപ്സിലോൺ പകരം ഈ ഇക്വേഷൻ പ്രകാരം എന്ത് വരും? എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ സീറോ വരും. കാരണം എപ്സിലോണിനകത്ത് മാറ്റേണ്ടത്. എപ്സിലോൺ ആർക്ക് തുല്യായിരിക്കും? എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ Q1 Q2 by R സ്ക്വയർ. ഇത് ഉപയോഗിച്ച് നമ്മൾ മീഡിയത്തിലെ ശരിക്കും ഫോഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ കൂളംബ്സ് ഫോഴ്സ് ഫ്രീ സ്പേസിലാണെങ്കിലാണ് 4 pi എപ്സിലോൺ സീറോ വരും. പക്ഷെ വേറെ മീഡിയത്തിൽ വെച്ചാൽ 1 by 4 pi എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ Q1 Q2 by R സ്ക്വയർ വരും. ശരിയല്ലേ? ഇനി എപ്സിലോൺ ആറിന്റെ വാല്യൂ ആപ്പാണോ തന്നെങ്കിൽ ഇതിന്റെ വാല്യൂ നോക്കാം. ഈ 1 by 4 pi എപ്സിലോൺ സീറോയുടെ വാല്യൂ എത്രയാണ്? ഈ 1 by 4 pi എപ്സിലോൺ സീറോയുടെ വാല്യൂ എടുപ്പാണ്. കാരണം എപ്പോഴും 9 into 10 raised to 9 ആയിരിക്കും. കാരണം ഇയാളുടെ വാല്യൂ എപ്പോഴും 9 into 10 raised to 9 നമുക്ക് അറിയാവുന്നതാണ്. ഈ എപ്സിലോൺ ആർ 80 എടുക്കുക, 20 എടുക്കുക, 40 എടുക്കുക, 40 എടുക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നതോ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എയറിൽ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ അടുത്തത് മീഡിയം ഒഴിവാക്കി എഫ് എയറിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. എയറിൽ വെച്ച് ഞാൻ നമുക്ക് ഇതേ ഫോർമുല നമ്മൾ ഉപയോഗിക്കുക. എയറിൽ സെയിം ഫോർമുല നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ എപ്സിലോൺ ആർ ഓഫ് എയർ ആണ്. എപ്സിലോൺ ആർ ഓഫ് എയർ എപ്പോഴും 1 ആണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫോർമുല എന്ത് കിട്ടും? 1 by 4 pi എപ്സിലോൺ സീറോ. ഈ എപ്സിലോൺ ആർ 1 ആയാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻറ്റു Q1 Q2 by R സ്ക്വയർ. അത് നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ബാക്ക്വത്തിൽ അതേ ഫോർമുല നൽകിയിട്ട് ബാക്ക്വത്തിൽ നിങ്ങൾ 2 ചാർജ് വെച്ചാൽ നിങ്ങൾ ഏത് ഫോർമുല ഉപയോഗിക്കുക? 1 by 4 pi എപ്സിലോൺ സീറോ Q1 Q2 by R സ്ക്വയർ ഉപയോഗിക്കുമ്പോൾ ഏതും ഇതേ ഫോർമുല നൽകിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്ര നിങ്ങൾ മനസ്സിലാക്കുന്നത് 2 ചാർജസ് ബാക്ക്വത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയറിൽ വെച്ചാലും ഒറ്റ ഫോർമുല വെച്ചാൽ. കാരണം 99% ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുള്ളൂ. ഒന്നുകിൽ 2 ചാർജസ് എയറിലായിരിക്കും അല്ലെങ്കിൽ ബാക്കും ആയിരിക്കും. അപ്പൊ ഇതിൽ രണ്ടിനും ഉപയോഗിക്കാവുന്ന ഫോർമുല തന്നെയാണ് 1 by 4 pi എപ്സിലോൺ സീറോ Q1 Q2 by R സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? കാരണം എപ്സിലോൺ ആർ 1. ഇനി എയറും ബാക്കും അല്ലാതെ വേറെ ഏതെങ്കിലും മീഡിയം തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഫോർമുലയിലേക്ക് പോയാൽ മതി. 1 by 4 pi എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ Q1 Q2 by R സ്ക്വയർ. അല്ലെങ്കിൽ ഈ ഫോർമുല ബാക്കത്തിന്റെ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ മീഡിയത്തിന്റെ കാണുന്നത്. ശരിയല്ലേ? അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. മിക്കവാറും എല്ലാ ക്വസ്റ്റിനും ഒന്നുകിൽ ആ ചാർജസ് എയറിലായിരിക്കും അല്ലെങ്കിൽ ബാക്കത്തിലായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല യൂസ് ചെയ്താൽ ശരിയല്ലേ? വേറെ ഏതെങ്കിലും മീഡിയ ആണെങ്കിൽ മാത്രം എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന സംഭവം വരും.
ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഫോഴ്സിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് ചാർജുകൾ നമ്മൾ എക്സെർട്ട് ചെയ്യുന്ന കൂളംസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. ശരിയല്ലേ? ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇയാളെ വെക്റ്റർ ഫോം. ഇയാളെ വെക്റ്റർ ഫോം. ഈ വെക്റ്റർ ഫോം എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഫോം ഉപയോഗിച്ച് F is equal to K into Q1 Q2 by R square അല്ലെ? അല്ലെങ്കിൽ ഇതിനെ 1 by 4 by epsilon 0 Q1 Q2 by R square. ശരിയല്ലേ? നമ്മൾ സാധാരണ പറഞ്ഞു മാക്സിമം ഡിസ്റ്റൻസോ എയറോ വേണമെന്നില്ല. നമ്മൾ എപ്പോഴും ഈ ഫോം ഉപയോഗിച്ചാൽ മതി. മീഡിയം വരുമ്പോൾ മാത്രം മാറ്റി ചിന്തിച്ചാൽ മതി. ശരി, ഒന്നൊരു 9 എടുക്കാം അല്ലെ? വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു ഫോം ഉപയോഗിച്ച് നമുക്ക് ഇയാൾ എന്ത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ആ ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റി? ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി. ശരിയല്ലേ? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ട് അതുണ്ടാവും ഡയറക്ഷൻ ഉണ്ടാവും. നമുക്ക് ഡയറക്ഷൻ കാണാൻ നമ്മൾ എന്ത് ഫോം ഉപയോഗിക്കുന്നത്? വെക്റ്റർ ഫോം. ശരിയല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, വെക്റ്റർ ഫോം നോക്കുമ്പോൾ ഇവിടെ Q1 എന്നൊരു ചാർജ് ഇട്ടു, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ആടിട്ടു Q2 എന്നൊരു ചാർജ് ഇട്ടു. ശരിയല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഈ Q1 Q2 ആദ്യം ഞാൻ എടുക്കുന്നത് ലൈറ്റ് ചാർജസ് ആണ്. എന്താണ് ഈ ലൈറ്റ് ചാർജസ് എന്നാണ് അർത്ഥം? ഒന്ന് 2 പ്ലസ് അല്ലെങ്കിൽ 2 മൈനസ്. ഇയാളും പ്ലസ് ഇട്ടു, ഇയാളും പ്ലസ് ഇട്ടു. ശരിയല്ലേ? ലൈറ്റ് ചാർജസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്ന ഇവിടെ ശരി നമ്മൾ ഇനി ഡയറക്ഷൻ കൂടി നോക്കാം. ശരിയല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R12. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ചാർജിന്റെ സെക്കൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R12, പൊസിഷൻ വെക്ടർ ഫ്രം 1 to 2. അതേപോലെ അടുത്ത ഞാൻ എന്ത് കൊടുത്തു? R21. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള എന്ത് കൊടുത്തു? ഞാൻ R21. ശരിയല്ലേ? R21. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മൾ നോക്കാം, ഇവിടെ 2 ഫോഴ്സ്. ഒന്ന് F12. F12ന്റെ മീനിങ് എന്താണ്? ഫോഴ്സ് ഓൺ Q1 by Q2. ഫോഴ്സ് ഓൺ Q1 by Q2. ഇനി അടുത്തത് F21. F21ന്റെ മീനിങ് എന്തായിരിക്കും? ഫോഴ്സ് ഓൺ Q2 by Q1. ശ്രദ്ധിക്കുക, F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q1. ഫോഴ്സ് ഓൺ Q1 ഒന്നാമത്തെ ചാർജിൽ രണ്ടാമത്തെ ചാർജ് കൊടുക്കുന്ന ഫോഴ്സ്. F21 എന്നാൽ രണ്ടാമത്തെ ചാർജിൽ ഒന്നാമത്തെ ചാർജ് കൊടുക്കുന്ന ഫോഴ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഇയാളെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നോക്കാം. അപ്പൊ മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? F12 1 by 4 pi epsilon 0. ചാർജ് എന്താണ്? Q1 Q2 ഡിവൈഡിങ് ബൈ R square. കാരണം ഇവിടെ നിങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും അവിടെ നിങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും സെയിം അല്ലേ? അല്ലെ? കാരണം ഇവിടെ അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അവിടെ നിങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആണ്. പക്ഷെ നമ്മൾ അതിന്റെ വെക്ടറും കൂടി നോക്കാം. അപ്പൊ വെക്ടർ നോക്കുമ്പോൾ എന്തിനാണ്? ഡയറക്ഷൻ നോക്കണ്ടേ? ആ ഡയറക്ഷൻ നോക്കാൻ എന്ത് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? R12 ക്യാപ്പ് എഴുതിയാൽ മതി. R12 ക്യാപ്പ്. അതിന്റെ അർത്ഥം എന്താണ്? R12 ക്യാപ്പാണ് ഇവിടെ നിങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ. കാരണം ഇയാളെ വാല്യൂ എത്ര 1 ആണ്. ഈ യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടറിന്റെ വാല്യൂ എത്രയാണ്? ഇയാളെ വാല്യൂ എത്ര 1 ആയിരിക്കും. ഡയറക്ഷൻ വരും. അല്ലെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ വെക്ടർ ഫോർമുല വരും. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കി ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. F12ന്റെ മീനിങ് എന്താണ്? ഫോഴ്സ് ഓൺ 1 by 2. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡി എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി. F12ന്റെ മീനിങ് എന്താണ്? ഫോഴ്സ് ഓൺ Q1 by Q2. അത് Q2ന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. Q1ന്റെ ചാർജ് പോസിറ്റീവ്. Q1 ഈ Q2ന്റെ അട്രാക്റ്റീവ് റിപ്പൽ. കാരണം ഫോഴ്സ് ഓൺ Q1 ആണ്. Q1 അയാൾ ഇങ്ങോട്ട് പിടിച്ച് വയ്ക്കും, അങ്ങോട്ട് പിടിച്ച് വയ്ക്കും. ഇത് പ്ലസ് ആണ്. Q1 റിപ്പൽ ചെയ്യും. അപ്പൊ ഫോഴ്സ് ഓൺ Q1. അപ്പൊ Q1നെ ഇയാൾ റിപ്പൽ ചെയ്യും. അപ്പൊ ഫോഴ്സ് ഡയറക്ഷൻ എങ്ങോട്ടാണ് റെപ്രസെന്റ് ചെയ്യുക? ദിസ് ഇസ് ദ ഡയറക്ഷൻ. ലൈറ്റ് ജോയിനിങ്ങിനുള്ള ഡയറക്ഷൻ ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ. ഇതാണ് ആര് വരിക? F12 വരിക. അതിന് സാധനം. അപ്പോ F12 കിട്ടി. ഇനി അതേ സമയം F21 എന്ന് കിട്ടും. F21 is nothing but equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. Then direction and R21 क्या होता है? ശരിയല്ലേ? R21 क्या? ശരിയല്ലേ? ഈ നോക്കുക. F21 എന്നാൽ ഫോഴ്സ് ഓൺ 2 by Q1. അപ്പൊ Q1 എന്ന ഈ Q2നെ ഇതും പ്ലസ് അല്ലേ? ഈ Q2ല് ഇയാൾ കൊടുക്കുന്ന ഫോഴ്സ് ഇയാളെ Q2നെ റിപ്പൽ ചെയ്യും. അപ്പൊ ആ ഫോഴ്സ് നമ്മൾ ഇങ്ങോട്ടും വരും. ശരിയല്ലേ? സോ ദിസ് ഇസ് F21. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഫോഴ്സ് ഓൺ 2 by Q1. അപ്പൊ Q1 Q2നെ റിപ്പൽ ചെയ്യും. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിയ ഈ രണ്ട് ഫോഴ്സിന്റെയും ഇപ്പൊ ഡയറക്ഷൻ കിട്ടി. മാഗ്നിറ്റ്യൂഡ് കിട്ടി, ഡയറക്ഷൻ കിട്ടി. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ്
F21 is nothing but equal to magnitude of F12. ശരിയല്ലേ? Q1 Q2 കൊടുക്കുന്ന ഫോഴ്സ്, Q2 Q1 കൊടുക്കുന്ന ഫോഴ്സ് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് മാത്രമേ സെയിം ആവുള്ളൂ. പക്ഷെ ഡയറക്ഷൻ സെയിം ആവുമോ? ഇല്ല. കാരണം ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ്. അതുപോലെ വെക്ടർ ഫോം വരുന്നത് F12 is nothing but equal to minus of F21. ശരിയല്ലേ? That means this will exert a force on here, this will exert a force on here. ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പോൾ ഇയാൾ ന്യൂട്ടന്റെ തേർഡ് ലോ ചെയ്യുന്നുണ്ടോ? കൂളംസ് ലോ, ന്യൂട്ടന്റെ തേർഡ് ലോ ചെയ്യുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. കാരണം Q1 Q2 ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ Q2 Q1 എന്ത് കൊടുക്കും? റിയാക്ഷൻ കൊടുക്കും. ഇത് ആക്ഷൻ ആണ്, ഇതെന്താണ്? റിയാക്ഷൻ. മനസ്സിലാവുന്നു? അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ കൂടി നോക്കണം. ഡയറക്ഷൻ നോക്കുക എന്ത് ചെയ്യുക? വെക്ടർ ഫോം നമ്മൾ ശരിയല്ലേ? ഇതാണ് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. ആദ്യം ഞാൻ എടുത്ത ലൈക്ക് ചാർജസ് അല്ലേ? ഇപ്പൊ ഞാൻ അൺലൈക്ക് ചാർജസ് എടുക്കുന്നില്ല. അൺലൈക്ക് ചാർജസ് എന്താണ്? ഒന്ന് പ്ലസ് വരാം, മറ്റേത് വരാം മൈനസ് വരാം. അപ്പൊ അൺലൈക്ക് ചാർജസ് എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഈ ചാർജ് ഞാൻ പ്ലസ് Q1 എടുക്കുകയാ, ഇയാൾ ഞാൻ മൈനസ് Q2 എടുത്തു. ശരിയല്ലേ? ഇനി ഇതേപോലെ തന്നെ ഇവിടെ നിന്നോട്ടേക്കുള്ള ഡിസ്റ്റൻസിക്ക് R1 കൊടുക്കാം, അവിടെ നിന്നോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R21. രണ്ടാം മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ശരിയല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് R12 ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് R2. ഡയറക്ഷൻ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ നോക്കാം, ഇത് പ്ലസ് Q1, ഇത് മൈനസ് Q2. ശരിയല്ലേ? അപ്പൊ നിങ്ങളുടെ F12 എന്ന് വരും. F12 എന്ന ചിത്രത്തിലേക്ക് കാണിക്കുന്നത് F12 നമുക്ക് വരും ഫോഴ്സ് ഓൺ 1/2. അപ്പൊ ഒന്നാമത്തെ ബോഡിയിൽ രണ്ടാമത്തെ ബോഡി കൊടുക്കുന്ന ഫോഴ്സ്. അപ്പൊ രണ്ടാമത്തെ ബോഡി ഒന്നാമത്തെ എന്ത് ചെയ്ത് നോക്കണ്ടേ? അപ്പൊ ഫോഴ്സ് ഓൺ 1. അപ്പൊ ഈ Q1 ചാർജ് പ്ലസ് ചെയ്യണം മൈനസ്. അപ്പൊ ഈ Q1 എന്ത് ചെയ്യും? അട്രാക്റ്റീവ് എടുക്കല്. ഇത് മൈനസ്, ഇത് പ്ലസ് ഇങ്ങോട്ടേക്ക് വരിക്കും. ഫോഴ്സ് ഓൺ Q1/Q2. Q1 ഇങ്ങോട്ടേക്ക് വരിക്കും. സോ ഇതാണ് ആ ഡയറക്ഷൻ. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് F12. മനസ്സിലാവുന്നോ? ഇനി അടുത്തത് വരും F21. F21 എന്താ വരിക? F21 ഈക്വൽ ടു എന്താ വരിക? ഫോഴ്സ് ഓൺ 2/1. ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡി ഇങ്ങോട്ട് വരിക്കും. ഇയാൾ പ്ലസ് ആണ്, ഇയാൾ മൈനസ് ആണ്. അപ്പൊ രണ്ടാമത്തെ ബോഡിനെ ഒന്നാമത്തെ ബോഡി ഇങ്ങോട്ടേക്ക് വെച്ച് വരിക്കും. സോ ഈ ഡയറക്ഷൻ. സോ ദിസ് ഇസ് F21. ഇപ്പൊ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? F21 ഈസ് നത്തിങ് ബട്ട് ഈക്വൽ എന്ന് വന്നു മൈനസ് ഓഫ് F12. ശരിയല്ലേ? These two forces are equal in magnitude but opposite in direction. Clear ആണോ? അപ്പൊ ഇത് ലൈക്ക് ചാർജിന്റെ കേസിൽ അവർ അങ്ങോട്ടും വരും. അൺലൈക്ക് ചാർജിന്റെ കേസിൽ എന്ത് ചെയ്യും? ഒന്ന് അട്രാക്ട് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. എങ്ങനെ വന്നാലും ഈ ഫോഴ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. കറക്റ്റ്. ഇതാണ് വെക്ടർ ഫോം.